ശൈത്താനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടണമെങ്കിൽ ആരുടെ സഹായം വേണം? അള്ളാഹുവിന്റെ. അവിടെയാണ് റബ്ബി അഊദു ബിക. എന്താ പറഞ്ഞ അവിടെ? റബ്ബി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? റബ്ബി എന്നും റബ്ബന എന്നൊക്കെ പറഞ്ഞ എന്തുവാ? റബ്ബന എന്ന് പറഞ്ഞ എന്തുവാ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. റബ്ബി എന്ന് പറഞ്ഞാലോ എന്റെ രക്ഷിതാവേ. എന്താ പറയുന്നത്? എന്റെ എന്ന് പറയുന്നതുവാ നമ്മുടെ എന്റെ ഖുർആൻ, എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ വീട്, എന്റെ റബ്ബ്. എന്റെ റബ്ബ് എന്ന് പറയുമ്പോ അകൽച്ചയുണ്ടോ? ഉണ്ടോ? നമ്മുടെ അത് നമ്മുടെ എന്ന് പറഞ്ഞാലും എന്റെ എന്ന് പറഞ്ഞാലും ഒന്നല്ലയോ? അവിടെ പറയുന്ന രണ്ട് പദങ്ങൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പദങ്ങൾ റബ്ബനാന്നും റബ്ബി എന്നൊക്കെ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അവിടെ റബ്ബീനെ കൊണ്ടല്ലേ വെച്ചത്. ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വഅഊദു ബിക റബ്ബി. എന്താ പറഞ്ഞത്? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. അല്ലാഹുവേ, ശൈത്താന്റെ ദുർബോധനത്തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ദുർബോധം. ശൈത്താൻ അടുത്ത ആയത്തിൽ പറഞ്ഞെന്താ? ശൈത്താൻ ഹാളറാവുന്ന, എന്റെ അടുത്ത് വരാൻ പോലും നീ എന്ത് ചെയ്ത് ഇടയാക്കരുത്. അതാണ് റബ്ബി. അതിന്റെ അടുത്ത് വരുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിന്റെ കാവൽ ചോദിക്കും. എന്താ പറയുന്നത്? റബ്ബി അഊദു ബിക വഅഊദു ബിക. രണ്ട് അഊദാ പറഞ്ഞ അവിടെ അല്ലേ? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വഅഊദു ബിക. ഇതറിയാത്ത വല്ലവരുണ്ടോ മക്കളെ?